ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അമ്മീ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മീ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും കമൻസുകൾ വായിച്ചു. എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് അല്പം ഹരിനാമ കീർത്തനം 2-3 ഖണ്ഡിക ചൊല്ലാം. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായ വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്ര ധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരി നാരായണായ നമ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമ്മൾ ഭാഗവതം നാരദ വസുദേവ സംവാദം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഒടുക്കം വായിച്ചത് ഈശനും പ്രപഞ്ചവും രണ്ടായി തോന്നുന്നത് എന്താ? ഈശനും പ്രപഞ്ചവും രണ്ടും ഏകമാണ്, ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നുന്നു ഈശൻ വേറെയാണ്, പ്രപഞ്ചം വേറെയാണെന്ന്. കാരണം
വാസന സങ്കല്പാതി വികല്പ ഭ്രമമെല്ലാം എന്താ സ്വപ്ന തുല്യമെന്ന് ഉള്ളിൽ അറിയണം. ഇതൊക്കെ സ്വപ്നം കണ്ടതുപോലെയാണെന്ന്. ഇതെല്ലാം ഈ പ്രപഞ്ചം ശാശ്വതമല്ല, സത്യമല്ല, അത് മിഥ്യയാണ്. അത് നമ്മൾ ഒരു സ്വപ്നം കണ്ട് ഉണരുമ്പോൾ ഇല്ലാത്തതുപോലെയാണ് ഈ പ്രപഞ്ചം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈശ്വരൻ പ്രപഞ്ചവും ഉണ്ടായി തോന്നുന്നത്? നമുക്ക് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനികൾക്ക് അങ്ങനെ തോന്നും. യഥാർത്ഥ അത് പരമാത്മാവ് സുജ്ഞാന സ്വരൂപന, അറിവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്താണ് ഇവിടെ ഇത് ഈ ശാശ്വതമായി തെളിഞ്ഞ് ശോഭിക്കുന്നു. നമുക്കങ്ങനെ ശോഭ വരണമെങ്കിൽ, നമുക്ക് തെളിവും പ്രകാശവും വരണമെങ്കിൽ നമ്മൾ അജ്ഞാനം മാറണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഏകമായി കാണാനുള്ള കഴിവുണ്ടാവും. അതുവരെ നമുക്ക് ഈശ്വരൻ പ്രപഞ്ചവും രണ്ടായി തന്നെ തോന്നും. അറിവില്ലായ്മ കൊണ്ടാണ്, അന്ധകാരം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് തെളിവില്ല, നമുക്ക് പ്രകാശമില്ല. അറിയണം. അറിവ് വന്നാൽ നമുക്ക് എല്ലാം ഈ കാണാൻ സർവ്വചരാചരങ്ങളും സർവ്വതും പരമാത്മാവിൻ്റെ അംശമാണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നേ? അത് അറിഞ്ഞു വരുമ്പോഴേ അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ആർക്കും ഒന്നും അറിയില്ല. ഇത് എല്ലാം മനസ്സിലാക്കാൻ നമ്മുടെ ഭാഗവതം തന്നെ ഉത്തമം. ഇതുപോലെ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഉണ്ടാവത്തില്ല. കാരണം ഇതിനകത്ത് ഇഷ്ടാനുസരണം വേണ്ടുവോളം എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ മോക്ഷത്തിലേക്ക് കടക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നും വേറൊരു ഗ്രന്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. നമുക്ക് ഇത് അറിയാത്തത് കൊണ്ട് നമ്മൾ എവിടേക്കോ പരക്കം പാഞ്ഞ് ഓടുന്നു. ഇതാർക്കും ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ, ഒരു ഭാഗവതം ഉണ്ടെങ്കിൽ പരമാത്മാവാണിത്. അതറിഞ്ഞ് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇത് വായിച്ച് ഗ്രഹിക്കാനുള്ള കഴിവില്ലാത്ത പോയി. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അറിയാമെങ്കിൽ മക്കളെ ഇത് ഇന്നിപ്പം ഇനിയെങ്കിലും നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഇതൊക്കെ കേൾക്കുമ്പോൾ മക്കൾക്കുള്ളത് പറഞ്ഞു കൊടുത്താൽ അവരും രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതുപോലെ നമ്മൾ എങ്ങനെയാ ഇത്ര നാളും ഭാഗവതം ഓരോരുത്തരുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും എന്താന്നുള്ള അറിവുണ്ടാകുന്നില്ല. അതിന് യഥാർത്ഥമായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുരുകുലോ വിദ്യാഭ്യാസം ഇപ്പം ഇല്ലല്ലോ. എന്നാൽ ആശ്രമത്തിൽ താമസിക്കുന്ന കുറേ സന്യാസിനിമാരുണ്ട്. ഇന്ന് ഗൃഹസ്ഥാശ്രമികളായിരിക്കാൻ നമുക്ക് വലിയ പാടാണ്. ഇതൊക്കെ അറിയാൻ ആര് പറഞ്ഞു തരും? ഒരു സപ്താഹം കേട്ടെന്ന് വെച്ചാൽ എല്ലാം അറിയാൻ പറ്റുമോ? ഒന്നും അറിയത്തില്ല. കുറച്ചു നേരം സന്തോഷമായിട്ടും ഭക്തിപൂർവ്വം ഇരിക്കാന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥ ജ്ഞാനം അറിയണമെങ്കിൽ ഇത് അത്രത്തോളം നമ്മൾ ഗ്രഹിച്ചെങ്കിലേ പറ്റൂ. അതാർക്കും കിട്ടാതെ പോയതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും മതം മാറി ലോകത്ത് പല പല രീതിയിൽ പോകുന്നത്. ഇതുപോലുള്ളൊരു ഗ്രന്ഥം അവനവൻ്റെ വീട്ടിൽ ഉണ്ടായാലും അറിവില്ലാതെ കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ എവിടെ പോട്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും എത്തിപ്പിടിക്കും. അപ്പോൾ പിന്നെ മതം നോക്കാതെ അങ്ങ് പോകും. എല്ലാം ഗ്രഹിക്കുന്ന നല്ലതാണ്. എന്നാൽ നമ്മുടെ പരമാത്മാവായ ഈശ്വരൻ സർവ്വതും ഭാഗവത്തിൽ കൂടെ നമുക്ക് അറിവ് കിട്ടും. അത് കളഞ്ഞിട്ട് പോയാൽ അർത്ഥം എന്താണ്? ഇതിൽ പരം വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ ലോകത്ത്? അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞൊരു വ്യക്തി അറിയാമെങ്കിൽ എങ്ങും പോവില്ല. അറിയാത്തത് കൊണ്ടാണ് ഇന്ന് ജനങ്ങളെല്ലാം എവിടെ പോയി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി ഓടി നടക്കുക. ഇനിയെങ്കിലും ഇതിൻ്റെ അറുതി വരണം. നമ്മൾ ഇതിനകത്ത് മനഃപൂർവ്വം നമ്മളിത് ഗ്രഹിക്കണം എന്നുള്ളൊരു താല്പര്യം നമുക്ക് ഉണ്ടായേ പറ്റൂ. അപ്പോൾ നമ്മൾ അറിയും, ദൈവമേ ഇത്രയും ഉള്ള ഈ ഒരു ഇതുപോലെ ഈ ജ്ഞാനമാകുന്ന ഈ അമൃത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണോ നമ്മളിതൊന്നും ഗ്രഹിക്കാതെ ഇരുന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നമ്മൾ ഓർത്ത് കണ്ണുനീരൊഴുകേണ്ടി വരും. ഞാനും അങ്ങനെ കണ്ണുനീരൊഴുകുന്നുണ്ട്. എനിക്ക് ഒന്നും അറിയാൻ പറ്റാതെ പോയി, സമയം പോയല്ലോ ദൈവമേ എന്ന് കരുതി. കാരണം എനിക്ക് 10-30 വയസ്സുള്ളപ്പോഴേ ഭഗവാന്റെ പ്രത്യക്ഷമാവുകയും എന്തൊക്കെയോ കിട്ടാനുള്ള കിട്ടിയ, പക്ഷെ ഞാൻ അറിയാതെ പോയി. ഇതിന് എന്താന്ന് ഞാൻ ധരിക്കുന്നത് എന്താ, എനിക്കൊരു പ്രത്യേക പുറമേ ഒരു ഗുരു ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതി. ഈ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളെല്ലാം ഈ സാക്ഷാത്കാരം പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് കരുതി. എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ സംശയം മാറ്റിയത് ദേവരാജ മാഷ എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അനങ്ങാതിരുന്ന് പോയേനെ. എല്ലാം പരമാത്മ ചൈതന്യങ്ങൾ മൊത്തം ഏറ്റു വാങ്ങിയിരിക്കുക വർഷങ്ങളോളം കഴിഞ്ഞിട്ട് മുമ്പേ. പക്ഷേ എന്ത് ചെയ്യാം? എന്തിനും ഒരു യോഗമില്ലാതെ പോകുന്നു, അത്രയേ ഉള്ളൂ. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അന്ന് ഇങ്ങനെയുള്ള യൂട്യൂബ് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ. ഇപ്പോഴിങ്ങനെയൊന്നും കിട്ടിയില്ലെന്നെങ്കിൽ ഞാൻ ഒന്നും അറിയാതെ പോയേനെ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം, നമ്മൾ അന്ധകാരം മാറാൻ ഇതുപോലെ ഔഷധം, കലിയുഗത്തിലെ വിഷം, ഈ വിഷം മാറാൻ നമുക്ക് ഇതുപോലൊരു ഔഷധം വേറെ ഒന്നിലും കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് രുചി അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം മക്കളെ, നമുക്ക് എത്രത്തോളം ഭഗവാനെ ആരാധിക്കുക, ഇത് മനസ്സിലാക്കാൻ ഭഗവാനെ ഒരു കൃപ തരണമേ. ഈ ഓരോ വരികൾ ചൊല്ലുമ്പോൾ എന്താന്ന് ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങാനൊരു അറിവ് ഭഗവാന്റെ കൃപ തരണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം എല്ലാം തരും. ആഗ്രഹം, കാരണം മുട്ടുവിൻ തുറക്കപ്പെടും, ആർത്തി ഉള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം, ഉറച്ചിരിക്കൂ എല്ലാവർക്കും. പക്ഷെ നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് മെനക്കെടണം. ഈ ലോക ചിന്തകൾ അല്പം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി തുനിഞ്ഞേ കിട്ടും.
അതുകൊണ്ട് ഈശനും പ്രപഞ്ചവും രണ്ടായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളം തെളിയാത്തുള്ള ശാശ്വതം തെളിഞ്ഞ് ശോഭിക്കായ കൊണ്ടാണ്. നിത്യമായിട്ടുള്ളത്, കാരണം ശാശ്വതമായിട്ടുള്ളത് എന്താണ്? പരബ്രഹ്മം, അത് ചൈതന്യമാണ്, പരമാത്മാവാണ്. ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രകാശിക്കാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്തോരും പ്രകാശം ഉണ്ടാവില്ല. അറിവ് നേടുമ്പോൾ നമ്മൾ തെളിഞ്ഞ് പ്രകാശിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടാലും ഇവിടെ എന്തുണ്ടായാലും ഇത് മൊത്തവും പരമാത്മാവാണല്ലോ, എന്നിലും നിന്നിലും സർവ്വതും ഇവിടെ രണ്ടായിട്ട് ഒന്നും തന്നെ തോന്നില്ല, ഇതെല്ലാം നാം തന്നെയാണല്ലോ. ആ അറിവ് അപ്പോഴെന്ത് വരും? നമുക്ക് ആനന്ദം ഉണ്ടാവും. ഒരു പക്ഷിയെ കാണുമ്പോഴും എന്താ പറയുക, ഒരു മൃഗത്തിനെ കണ്ടാലും ഒരു സസ്യത്തിനെ കണ്ടാലും ഒരു പുഷ്പം കണ്ടാലും എല്ലാം നമ്മൾ ആ ചൈതന്യം ഉൾക്കൊള്ളും. അപ്പോഴൊരു പരമാനന്ദ നിർവൃതിയാണ് നമുക്ക്. അതുകൊണ്ട് വാസനാ സങ്കല്പാതി ഈ വികല്പ ഭ്രമമെല്ലാം എന്ത് ചെയ്യുന്നു? സ്വപ്നതുല്യമെന്ന് ഉള്ളിലറിഞ്ഞ് എന്ത് ചെയ്യണം? വിദ്വാനായി വിഘ്നമാ ദ്വൈത ഭ്രമമൊക്കെയും മിഥ്യയാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മിഥ്യയാണ്, അത് ശാശ്വതമല്ല. ഇത് ഇന്ന് വരുന്നത് അടുത്ത നിമിഷം തന്നെ എത്രയോ നമ്മൾ ഞാൻ ജനിച്ച് എത്രയോ മനുഷ്യർ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോയി, അങ്ങനെ എന്തെല്ലാം ഇവിടുന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഇത് സത്യമല്ലാതെ മനസ്സിലാക്കുമ്പോൾ ഈ ദേഹവും ഇന്ദ്രിയാദി സംഘവും പഞ്ചഭൂതം ഐഹിക ലോകം ചരാചരങ്ങളെല്ലാം ഒന്നായി ഈശ്വരമയമെന്നത് അങ്ങ് അറിഞ്ഞ് സദാനന്ദ നിശ്ചല ഭക്തിയ മത്തോന്മത്തന്മാരെന്ന പോലെ നിത്യവും ഈശ്വരങ്ങൾ സർവ്വം സമർപ്പിച്ച് ചിത്തവും ഉറപ്പിച്ച് വസിച്ചിടുന്നല്ലോ ഉത്തമ ഭാഗവത ധർമ്മമെന്നറിയുക നീ. ഭാഗവത ധർമ്മം ഇതാണ്. നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് സർവ്വതും പരമാത്മാവ് തന്നെയാണെന്ന് ഉൾക്കൊള്ളും, മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് മത്തോന്മത്തന്മാരെ പോലെ ആനന്ദിക്കാം. നമ്മൾ തന്നെ നേടിയെടുക്കണം. നമ്മൾ ഈ വിദ്യ ഇല്ല, നമുക്ക് അറിവ് നേടുമ്പോഴത് അങ്ങനെ ആകും. നമുക്കിനി കണ്ട് വായിക്കാം. ഇവിടം വരെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. ദേഹവും ഇന്ദ്രിയാദി സംഘവും ആണ്. നമ്മുടെ ദേഹത്ത് എന്തൊക്കെ ഒരു സംഘം, ഒരു കൂട്ടമുണ്ട്. ഇന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, ഇങ്ങനെയുള്ള അഹങ്കാരം എല്ലാം എന്താണ്? സംഘം. പഞ്ചഭൂതം ഐഹിക ലോകം ചരാചരങ്ങൾ എല്ലാം ഒന്നായി ഈശ്വരമയമെന്നങ്ങ് അറിഞ്ഞ് ഇതെല്ലാം എല്ലാം ഈശ്വരമയം, എല്ലാം ബ്രഹ്മമയം എന്നങ്ങ് അറിഞ്ഞ് അപ്പോഴെന്ത് വരും? സദാനന്ദ നിശ്ചല ഭക്തിയ. അപ്പോൾ ഭക്തി കൊണ്ട് നമുക്ക് മനസ്സിനെ നിശ്ചലമാക്കി നിർത്തുന്ന ഒരു ആനന്ദ നിർവൃതിയുണ്ട്. ആ നിശ്ചല ഭക്തിയ ആനന്ദത്തോടെ എന്തുവരും? മത്തോന്മത്തന്മാരെന്ന പോലെയാകും. ഉന്മത്തം വെച്ചാൽ എന്താണ്? മത്ത് പിടിച്ച് ഉന്മത്തമാവെന്ന് കേട്ടില്ലേ? ആനന്ദലഹരി അതാണ്. അല്ലാതെ മയക്കുമരുന്നോ എന്തോ ഈ മദ്യമൊന്നും കുടിച്ചുള്ള ഉന്മത്തനല്ല, പരമാനന്ദത്തിൽ ലയിക്കുന്നൊരു ഉന്മത്ത. അങ്ങനെ നിത്യവും ഈശ്വരങ്കിൽ സർവവും സമർപ്പിച്ച് ചിത്തവും ഉറപ്പിച്ച് വസിച്ചിടുന്നതല്ലോ. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം, പരമാത്മാവിൽ ലയിപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ച് വസിച്ചിടുന്നതാണ് ഉത്തമ ഭാഗവത ധർമ്മം എന്നറിയുന്നത്. ഇതാണ് യഥാർത്ഥ ഒരു ഭക്തനു ഭാഗവത ധർമ്മം. നമ്മളിത് ഇതൊക്കെ ആയിത്തീർമ്പോഴാണ് നമ്മൾ മോക്ഷത്തിലേക്ക് കടക്കുക. ഇത് ചെയ്യാതെ നമ്മളങ്ങനെ ആയിത്തീരാതെയും മുക്തനാവാൻ പറ്റില്ല. എന്നിട്ടിനി ഇത്തരം കവി നിമിയോടുപദേശിച്ചപ്പോൾ ഉത്തമൻ നിമിനൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ. ഇങ്ങനെ നാരദ മഹാമുനിയടുത്ത് ചോദിക്കുന്ന ആരാണ്? ഇവിടെ വസുദേവർ. ഈ നിമിക്ക് കൊടുത്ത ഉപദേശമാണ് നവയോഗികൾ. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു വേണം. നമ്മൾ ചിന്തിക്കുന്ന എനിക്ക് തരുന്ന ഉപദേശം നമുക്ക് ഓരോരുത്തരും തരുന്നതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മളായിട്ട് അങ്ങ് ആകണം, എന്നാലേ നമുക്ക് ഇഴിഞ്ഞിറങ്ങാൻ പറ്റൂ. ഇന്ന് ഒരുപാട് പേര് എന്താ പറയുമ്പോൾ ഇല്ലേ, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എഴുതി ഉത്തരം എഴുതുന്ന പോലെ ഇതൊക്കെ പഠിച്ച് നാരദ മഹാമുനി വസുദേവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ പഠിച്ചാൽ നമ്മളെങ്ങനെ അറിയാനാ? നാം എല്ലാവരും ഒരു ഗുരുവായിട്ട് നമ്മൾ നാരദ മഹാവിനെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരമാത്മായി ഭാഗവതം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വസുദേവർ നമ്മളാവണം. അപ്പം നമ്മൾ ചോദിക്കുന്നതായിട്ടും നമുക്ക് ഉത്തരം തരുന്നതായിട്ടുമ്പോൾ നമ്മളല്ലേ അറിയുക. അങ്ങനെ നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഭക്തി വരുവുള്ളൂ. അല്ല ഇത് ആരോ എന്നോ പണ്ടോ ചെയ്തൊരു കഥയാണെന്ന് കരുതി പഠിച്ചു വെച്ചാൽ നമുക്ക് ഭക്തി ഉണ്ടാവില്ല. നാമായിട്ടങ്ങ് മാറണം. നമ്മൾ തന്നെ ആ കഥാപാത്രം ആവണം. നമ്മൾ വസുദേവരാവണം, അല്ലെങ്കിൽ നിമി ചക്രവർത്തി നമ്മളാവണം. നവയോഗികൾ തരുന്ന ഈ ഉത്തരങ്ങളും ഈ ഗുണഗണങ്ങളെല്ലാം ഉപദേശങ്ങളെല്ലാം നമുക്ക് തരുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണ് ഭക്തി വരുന്നത്. അപ്പോൾ ഇത്തരം കവി, അതായത് നവയോഗികളുടെ മൂത്തവനായ കവി
നിമിയോട് ഉപദേശിച്ചപ്പോൾ ഉത്തമൻ നിമി നൃപൻ എന്തു പറഞ്ഞു? വീണ്ടും ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭാഗവതന്മാരായ ഭവൽ ഭക്തരുടെ യോഗ വൈഭവ യശോധർമ്മ ആചാരങ്ങളെല്ലാം എങ്ങനെയെന്ന് നൃപൻ വാക്കുകൾ കേട്ട നേരം മംഗലൻ ഹരിതാനും ഉത്തരം അരുൾ ചെയ്തു. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ഹരിയാണ്. ഹരി എന്ന് വെച്ചാൽ കവിയുടെ രണ്ടാമത്തെ കുട്ടി. നവയോഗികൾക്ക് 9 പേരുണ്ടെങ്കിൽ ആദ്യം ഈ കവിയാണ് ഈ പറഞ്ഞത്, മുമ്പ് പറഞ്ഞത്. ഇനി ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആരാണ്? രണ്ടാമത്തെ ആളായ നവയോഗികളിൽ ഹരി എന്ന് പറഞ്ഞ ആളാണ്. ഹരിതാനും ഉത്തരം അരുൾ ചെയ്തു. അപ്പോൾ എന്താണ്? ഭാഗവതന്മാരായ ഭഗവത് ഭക്തരുടെ. എന്താണ് ഭാഗവതന്മാരായ? നമ്മൾ ഭക്തന്മാരൊക്കെ ഭാഗവതന്മാരാണ്. ഇതൊക്കെ കുറേ അറിഞ്ഞും പ്രവൃത്തിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഭഗവാന് വേണ്ടി ഭഗവത് സേവ ചെയ്തിരിക്കുന്ന രതി അതിൽ തന്നെ രമിച്ചിരിക്കുന്നവരാണ് ഭാഗവതന്മാർ. അവരുടെ അങ്ങനെയുള്ള ഭക്തന്മാരുടെ യോഗ വൈഭവ യശോധർമ്മ ആചാരങ്ങളെപ്പറ്റി ചോദിച്ചു. ഈ ഭാഗവതന്മാരായിരുന്ന ഭക്തന്മാരുടെ യോഗ വൈഭവം, പരമാത്മാവിൽ ലയിച്ചു വയ്ക്കുമ്പോൾ ഒരു യോഗിയാകും. അതിൻ്റെ വൈഭവങ്ങളും യശസ്സും ധർമ്മങ്ങളും ആചാരങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു ഭക്തൻ എങ്ങനെയാണ് എന്ന് ഇവിടെ ആര് ചോദിച്ചു? നിമി. ആരാ അതിന് ഉത്തരം പറഞ്ഞേ? നൃപൻ വാക്കൾ കേട്ട നേരം ഇത്രയും ചോദിച്ചപ്പോൾ, നൃപനായ നിമി ചക്രവർത്തി ചോദിച്ചപ്പോൾ മംഗലനായിരുന്ന ഹരി ഉത്തരം പറയാ. ഹരിതാനും ഉത്തരം അരുൾ ചെയ്തു. എന്താ ഉത്തരം? സർവഭൂതങ്ങളിലും ആത്മനാ ഭഗവാനെ സർവദാ കാണുന്നവർ ഭാഗവതോ ഉത്തമരാം. സർവഭൂതങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർവചരാചരങ്ങളിലും സർവത്തിലും ഭഗവാനെ ദർശിക്കണം. നമ്മളതാ എന്ത് കണ്ടാലും, തൂണിലും തുരുമ്പിലും ഒക്കെ കാണണം. അത് നമുക്ക് അറിയാമല്ലോ, പ്രഹ്ലാദൻ്റെ ചരിത്രം കൊണ്ട് നമുക്കറിയാം. തൂണ് വിളർന്നു വന്ന പരമാത്മാവായ നരസിംഹമൂർത്തി. അപ്പോൾ നമുക്ക് ചിന്തിക്കണം, ഇവിടെ എന്തെല്ലാം ഉണ്ടോ, ജീവനുള്ളതും ജീവനില്ലാത്ത സർവത്തിലും പരമാത്മാവുണ്ട്, സർവഭൂതങ്ങളിലും ഉണ്ട്, സർവചരാചരങ്ങളെന്നാണ്. അപ്പോൾ സർവഭൂതങ്ങളിലും ആരാണ് ഭഗവാനെ ദർശിക്കുന്നത്? സർവദാ. എപ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് പുറമേ നോക്കുമ്പം എന്ത് കണ്ടു? പ്രകൃതി മൊത്തം രൂപങ്ങളോട് കൂടിയതാ. ഒരു കാറിനായാലും രൂപമുണ്ട്, ഒരു പശുവിന് രൂപമുണ്ട്, മൃഗത്തിനും പക്ഷിക്കും സസ്യത്തിനും മനുഷ്യർക്കും എല്ലാം രൂപങ്ങളാണ്. പ്രകൃതി രൂപമുള്ളതാണ്. എന്നാൽ പരമാത്മാവിന് രൂപമില്ല. ഈ പ്രകൃതി, പരമാത്മാവിൻ്റെ ഭാര്യയായ ഈ പ്രകൃതിക്ക് രൂപമുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപം എടുത്തു കഴിഞ്ഞാൽ ഇത് ഉണ്ടെന്ന് നമ്മൾ കണ്ടാൽ അത് പോകും. ഉണ്ടായതാണ്, ഇവിടെ എല്ലാം വന്നതാണ്. അപ്പോൾ ഉണ്ടായതെല്ലാം നശിക്കുകയാണ് മിഥ്യ എന്ന് പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർവഭൂതങ്ങളിലെ ആത്മനാ ഭഗവാനെ ആരാണ് കാണുന്നത്? എല്ലാത്തിലും ഈശ്വരനാണെന്ന് ആരാണ് കാണുന്നവർ? അവരാണ് ഭാഗവതോ ഉത്തമന്മാർ. ഭക്തിയിൽ അങ്ങനെ മുഴുകി യഥാർത്ഥ ജ്ഞാനിയായി തീരുമ്പോൾ നമ്മൾ സർവത്തിലും നമ്മൾ ദർശിക്കുന്നത് ആരെയാണ്? ഒരു പുഷ്പം കണ്ടാലും നമ്മൾ പരമാത്മാവാണെന്ന് ചിന്തിക്കും. മനുഷ്യനെ കണ്ടാലും എന്ത് കണ്ടാലും അതിലെല്ലാം പരബ്രഹ്മമാണെന്ന് ആരാണ് അറിയുന്നത്, കാണുന്നത്? അങ്ങനെയുള്ള ഒരു ഭക്തനാണ് ഭാഗവതോ ഉത്തമൻ. പിന്നെ സർവഭൂതങ്ങളിലും ഭഗവാൻ താൻ എന്നതും. അപ്പോൾ അങ്ങനെയുള്ള സർവത്തിലും ഭഗവാനുണ്ട്. എവിടെ നോക്കിയാലും സർവത്തിലും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കലെന്നും. അപ്പോൾ സർവത്തിലും ഭഗവാനുണ്ട്, ഈ സർവ്വതും ഭഗവാനിലുമുണ്ട്. അതെങ്ങനെയാ? ഭഗവാൻ കൃഷ്ണൻ അതാണ് പറയുന്നത്, ഭക്തൻ ഭഗവാനിലും പിന്നെയോ ഭഗവാൻ ഭക്തനിലും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായി ലയിച്ചിരിക്കുന്നു. അതാണ് സർവഭൂതങ്ങളിലും ഭഗവാൻ താനെന്നും സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കലെന്നും. സർവദാ ആരാങ്ങനെ കാണുന്നവർ? അവർ ഭാഗവത ആഢ്യരല്ലോ. ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് അവർ. സാധാരണ ഒരു ഭക്തന് അത്രയ്ക്കുള്ള അങ്ങേയറ്റം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. എല്ലാം അങ്ങ് ഭക്തിയോടുകൂടി അങ്ങ് പോകും, ഒരു പോക്കങ്ങ് പോകും. പക്ഷേ ഭാഗവത ആഢ്യൻ എന്ന് വെച്ചാൽ എന്താ? ശ്രേഷ്ഠനായൊരു ഭക്തൻ എന്ത് കാണും? സർവത്തിലും ഭഗവാൻ, നമ്മളിലും ഭഗവാൻ, അതായത് സർവഭൂതങ്ങളിലും ഭഗവാൻ, ഈ ഭൂതങ്ങളെല്ലാം ഭഗവാനിലും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാണും. അങ്ങനെ കാണുന്നവരാണ് ഭാഗവത ശ്രേഷ്ഠന്മാർ, ഭാഗവത ആഢ്യന്മാർ. അതുകൊണ്ട് സർവഭൂതങ്ങളിലും ഭഗവാൻ താൻ എന്നതും സർവഭൂതങ്ങളോ സദാ ഭഗവാൻ തങ്കലെന്നും സർവദാ. അങ്ങനെ എല്ലായ്പ്പോഴും ഒരു നേരം പോലും മാറ്റത്തില്ല. എപ്പോൾ കണ്ണ് തുറന്ന് നമ്മൾ കണ്ണടച്ചിരിക്കുക, നമ്മൾ എപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയാലും എല്ലാം കാണാതെ മൊത്തം ഈ പ്രകൃതിയാണല്ലോ. രൂപത്തോടു കൂടി എന്തിനും മേശ, നമ്മൾ മുറിക്കകത്ത് കസേര, ബെഞ്ച് അല്ലെങ്കിൽ മേശ എല്ലാം ഉണ്ട്. അതിൽ നോക്കിയാലും പരമാത്മാവിനെ ദർശിക്കും.
പിന്നെ പ്രകൃതിയിലോട്ട് നോക്കിയാൽ എന്ത് കണ്ടാലും അതിലും ഭഗവാനെ ദർശിക്കും. മൃഗങ്ങളെ കണ്ടാലും എന്ത് കണ്ടാലും നമ്മൾ ഭഗവാനെ ദർശിക്കും, കാണും. അതുകൊണ്ട് സർവഭൂതങ്ങളിലും ഭഗവാൻ താനെന്നതും സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കൽ എന്നും സർവദാ കാണുന്നവർ ഭാഗവതാഠ്യൻ ആണ്. അങ്ങനെ അതായത് ഭക്തന്മാരിൽ ശ്രേഷ്ഠനാണവർ. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അവർ കാണുന്നത്? അപ്പം ഇങ്ങനെ ഭാഗവതാഠ്യൻ്റെ ഒന്ന് കണ്ടേ. ഇനി അടുത്തത് മൂഢനും രിപുമിത്രം ഭക്തനും അഭക്തനും പ്രൗഢനും അപ്രൗഢനും ബദ്ധനും മുമുക്ഷുവും എന്നിവരെല്ലാം വിഷ്ണുമയമെന്നറിയുന്നോരുന്നത ഭക്തൻ താനും ഭാഗവതോ ഉത്തമനാം. മൂഢൻ എന്ന് വെച്ചാൽ എന്താ? ഒരറിവില്ലാത്തവൻ, അജ്ഞാനി, യാതൊന്നും അറിയില്ല, വെറുതെ മനുഷ്യൻ ഒരു മനുഷ്യ കോലം, എന്തെങ്കിലുമൊക്കെ കണ്ടതും കേട്ടതും ചെയ്തും തിന്നും കുടിച്ചും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചും ഇങ്ങനെ ഒരു വിവരവും ഇല്ലാതെ അന്ധതപ്പെട്ട് കിടക്കുന്ന മൂഢൻ. ഈ മൂഢനെ കണ്ടാലും, രിപു അത് ശത്രുവിനെ കണ്ടാലും, മിത്രം അത് സുഹൃത്തുക്കളെ കണ്ടാലും, ഭക്തനെ കണ്ടാലും, അഭക്തൻ ഭക്തി അല്ലാത്തവനെ കണ്ടാലും, പ്രൗഢനും അത് നല്ല പ്രൗഢത്വം ഉള്ളവനായാലും, പ്രൗഢനും അപ്രൗഢനും അപ്പം പ്രൗഢയുള്ളവനും പ്രൗഢ ഇല്ലാത്തവനും, ബദ്ധനും കാരണം ഈ പ്രപഞ്ചത്തിൽ പിന്നെ കെട്ടിട്ട് ബന്ധപ്പെട്ട് കിടക്കും, ബന്ധനം അറ്റുപോകാതെ എപ്പോഴും സംഘപ്പെട്ട് കിടക്കും. എൻ്റേതുള്ള മമത കൊണ്ട് കുടുംബത്തിൽ കിടന്ന് ഇങ്ങനെ ബദ്ധലാണ്, അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത സംഘപ്പെട്ട് കിടക്കുന്ന ബദ്ധനും, എന്നാൽ അതിൽ നിന്ന് വിരമിച്ച മുമുക്ഷുവും, അതിൽ നിന്നെല്ലാം ബന്ധനങ്ങളെല്ലാം അറ്റുപോയ യഥാർത്ഥമായ ജ്ഞാനിയാകുന്ന മുമുക്ഷുവും അത് മുക്തനും എന്നിവരെല്ലാം എന്ത് കാണുന്നു? വിഷ്ണുമയമെന്നറിയുന്നു ഒരു ഉന്നത ഭക്തൻ താനും ഭാഗവതോത്തമനാം. ഇങ്ങനെ എല്ലാത്തിലും വിഷ്ണുമയമാണ്. ശത്രുവിനെ കണ്ടാലും മിത്രത്തിനെ കണ്ടാലും എന്ത് കണ്ടാലും അതിലെല്ലാം വിഷ്ണുമയം, സർവ്വതും വിഷ്ണുമയം, ബ്രഹ്മമയം, വിഷ്ണുമയം, ശിവമയം എന്ന് ആരാണ് ഇങ്ങനെ കാണുന്നത്? ഏതെങ്കിലും ഒന്ന് മതി. വിഷ്ണുമയമെങ്കിൽ അങ്ങനെ, ശിവമയമാണെങ്കിൽ അങ്ങനെ. ചിലർക്ക് എല്ലാം ഏകമായി തന്നെ കാണും. എനിക്ക് എല്ലാം ഒന്നായിട്ട് കാണാം. എനിക്ക് വിഷ്ണു ആയാലും പരമശിവനായാലും എല്ലാം എനിക്ക് ഏകമായ പരബ്രഹ്മമായിട്ട് തന്നെ ആനന്ദ നിർവൃതിയാണ്. ഏത് രൂപത്തിലോ ഏത് നാമോ ആയിക്കോട്ടെ, എനിക്ക് യാതൊരു അജ്ഞാനവും ഇല്ല. അതല്ലേ ഇവിടെ വന്നിട്ടുള്ള ഗുരുക്കന്മാരായ ഇവിടെ അവതാരം കൊണ്ട് പിന്നെ ബുദ്ധന അല്ലെങ്കിൽ ആരോ ആവട്ടെ, ശങ്കരാചാര്യൻ എന്ന് കേട്ടാലും ചട്ടമ്പി സ്വാമി എന്ന് കേട്ടാലും ഗുരുദേവൻ എന്ന് കേട്ടാലും എനിക്ക് എന്താ പറയുക, എനിക്കതിൻ്റെ ഒരു ആനന്ദ നിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ട് സർവ്വതും എനിക്ക് ഒന്ന് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഒന്നായി തന്നെ എനിക്ക് ആനന്ദിക്കാൻ പറ്റും. കർത്താവെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്, ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, ബുദ്ധൻ എല്ലാം എൻ്റെ എന്തോ ആണെന്ന് അങ്ങ് തോന്നല, ഒന്നും അന്യതായിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അതുപോലെ ഈ ഭാഗവതം അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, കാണാതെ മൊത്തം. അപ്പം നമ്മൾ ആരെങ്കിലും കണ്ട് ചുളിച്ച് മുഖം തുളിക്കാൻ പറ്റുമോ? ഇത് ഇസ്ലാമാണ്, അത് നമ്മൾ ഒരു വല്ലാത്ത ചിലരുടെ അങ്ങനെ പാർട്ടി പിന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കാണുമ്പോൾ തന്നെ മുഖം ചുളിഞ്ഞു വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഉള്ളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനെ കണ്ടാൽ എന്തൊരു അയാൾ കോൺഗ്രസ്സുകാരനല്ലേ, മുഖത്തൊരു വല്ലായ്മ, ഒരു വളിപ്പ് വരും. അതുപോലെ ഇഷ്ടമല്ലാത്ത ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ പിന്നെയോ ക്രിസ്തുവിനെ ഇഷ്ടമല്ല, കാരണം ആ മതത്തെ ഇഷ്ടപ്പെടത്തില്ല എന്നുവെച്ചാൽ അറിവില്ലായ്മ കൊണ്ടാണ്. അറിവുണ്ടെങ്കിൽ എല്ലാം ഒന്നായിട്ട് കാണാൻ പറ്റും. അത് ഭാഗവതം പറഞ്ഞങ്ങനെ എല്ലാം ഇവിടെ എന്തുണ്ട്, സർവ്വചരാചരങ്ങളും എന്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഏകമാണെങ്കിൽ പിന്നെ നമ്മൾ ആരെ മാറ്റി നിർത്താൻ പറ്റും? അപ്പോൾ അവിടെ ഇസ്ലാമെന്നോ മുസ്ലിമെന്നോ ക്രിസ്തുവെന്നോ ബുദ്ധനെന്നോ പിന്നെ ജൈനോ ഒന്നിനെയും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എല്ലാം ഭഗവാൻ പറഞ്ഞേക്ക് എന്താ? എല്ലാം ഏകമായി ആരാണ് അറിയുന്നത്? അതാ ഭാഗവതാഠ്യൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനൊരു വ്യക്തി ഇങ്ങനെ ആയില്ലേ അത് ആയെന്ന് അർത്ഥമുണ്ടോ? അപ്പോൾ ആരെ കണ്ടാലും മുഖം ചുളിക്കാൻ പാടില്ല. മറ്റുള്ള മതക്കാർ ചിലപ്പം ഹിന്ദു മതത്തെ കണ്ടുകൊണ്ട് മുഖം ചുളിച്ചാലും നമ്മൾ അതുപോലെ ആയിക്കൂടാ. അവർ യഥാർത്ഥ ജ്ഞാനി അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ യഥാർത്ഥ ജ്ഞാനി ആയാൽ നമ്മൾ ചുളിക്കാൻ പറ്റുമോ? അപ്പോൾ ആയില്ലെന്നല്ലേ അതിനർത്ഥം. ഒരുത്തൻ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പകരം വീട്ടിയാൽ നമ്മളും അവർക്ക് തുല്യമായില്ലേ? നമ്മളെ ജ്ഞാനം എവിടെ പോയി? നമ്മൾ അറിഞ്ഞവൻ ഒരിക്കലും അത് പാടില്ല, അങ്ങനെ വരത്തില്ല, അറിഞ്ഞവൻ ചെയ്യില്ലല്ലോ. ഒരിക്കലും ജ്ഞാനിയായ ഒരുത്തൻ ഒരിക്കലും ഒന്നിനെയും കണ്ടും മുഖം ചുളിക്കത്തില്ല. നാം തന്നെയാണ് അതാന്ന് നമ്മൾ കാണും, തത്വമസിയായിട്ട് തന്നെ കാണും, അവിടെ ഏകം തന്നെയാണ്. അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ആരോടും ഒരു പ്രത്യേകമായിട്ട് എല്ലാം നാം തന്നെയാണെന്ന് കാണും. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുക, മൂഢനായാലും രിപു അത് ശത്രുവായാലും മിത്രമായാലും ഭക്തനോ ഭക്തി അല്ലാത്തവനോ പ്രൗഢനോ പ്രൗഢി അല്ലാത്തവനോ ബദ്ധനോ മുമുക്ഷുവോ, അതായത് ഈ ലോകത്തിൽ സംഘപ്പെട്ട് കിടക്കുന്ന ബന്ധപ്പെട്ട് കിടക്കുന്നവനായാലും അതായത് വിരക്തി നേടിയ ഒരു മുമുക്ഷു ആയാലും എന്നിവരെല്ലാം എന്താണ്? ഭഗവാൻ തന്നെയാണ്. വിഷ്ണുമയമെന്ന് ആരാണ് അറിയുന്നത്? അവനാണ് ഉന്നതനായിരിക്കുന്ന ഭക്തൻ.
ഭാഗവതോ ഉത്തമനാണ്. നമ്മളത് മനസ്സിലാക്കി. ഈ ഒരു വാക്ക് അറിഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയവനും അത് അറിഞ്ഞവനും ഒരിക്കലും ആരെയും പറയില്ല. മറ്റുള്ളവർ പറയാൻ പകരം പറയത്തില്ല. അങ്ങനെ നോക്കണ്ട പകരം പറയാനേ അവസരം കാണൂ. ഒരു മുമുക്ഷു ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച വിരക്തിയുടെ ഒരു ജ്ഞാനിക്ക്, ഉത്തമനായിരിക്കുന്ന ഭക്തന് ഒരിക്കലും രണ്ടെന്ന് വരത്തില്ല. മറ്റുള്ളവർ കാണിച്ചാലും നമുക്കത് ഉണ്ടാവില്ല. ഞാൻ എന്നെ മക്കളൊക്കെ ആദ്യമൊക്കെ എന്നെ വിളിച്ച് പറയുമായിരുന്നു, അമ്മ എന്താ ഇങ്ങനെ ക്രിസ്തുവിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് എനിക്ക് എല്ലാം ഏകമായി. എനിക്ക് മറ്റുള്ളവരുടെ കണക്കല്ല ഞാൻ പഠിച്ചതാണ് ഞാൻ പാടുന്നത്. എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് അതേ എനിക്ക് പുറത്തേ പറയാൻ പറ്റൂ. എന്നിലില്ലാത്തതിനെ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അനുഭവിക്കുന്നതിൽ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരുത്തനൊന്ന് തെറ്റ് ചെയ്താൽ നമ്മളാ തെറ്റിനെ അതുകൊണ്ട് നമ്മളങ്ങനെ കണ്ട് അതേ രൂപം ആകണ്ട. നമ്മളപ്പോഴെന്ത് വരും? അജ്ഞാനിയാ. അവരുടെ അജ്ഞാനം എന്തെങ്കിലും മാറുമ്പോൾ അവർ തിരിച്ചു വന്നോളും. ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മമെങ്കിലും അവർക്ക് അതിനും പരിഹാരങ്ങളൊക്കെ ഭഗവാന്റെ ഉണ്ട്. ഒരിക്കലും ഇവിടെ രണ്ടില്ല. ഭഗവാൻ നിർഗുണാവസ്ഥയാണ്. സർവ്വത്തിലും ഏകമായി നിൽക്കുന്ന ഭഗവാന് നമ്മളും അങ്ങനെ ആകുന്നതാണ് ഇഷ്ടം. അല്ലാതെ ഒരാളൊന്ന് പറയുമ്പോൾ എന്നാൽ ഞാനും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് തെറ്റാണ്. അത് അപ്പോൾ അവർക്ക് തുല്യമാകുന്നത് നമ്മൾ അജ്ഞാനിയായി മാറുന്നു. നമ്മൾ അജ്ഞാനം മാറി പരമാത്മ ലയിക്കുന്ന എല്ലാം ബ്രഹ്മമായ അറിഞ്ഞ് അനുഭവിച്ച് ആനന്ദിച്ച് മതോന്മത്തനായിരിക്കുന്ന നമ്മൾ എങ്ങനെ മാറും തിരിയും? വേറൊരാൾ പറഞ്ഞെന്ന് അങ്ങനെ പഠിക്കാൻ പറ്റുമോ? നമ്മൾ മതോന്മത്തനായി നടക്കുകയാണ്. ഇതെല്ലാം ഏകമായി കണ്ടുകൊണ്ട് സർവ്വത്തിലും ഭഗവാനാണെന്ന് രുചിച്ചറിഞ്ഞവൻ ഒരിക്കലും മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഭാഗവത ഉത്തമനായ ഒരുത്തൻ ഒരിക്കലും താഴേക്ക് വരത്തില്ല. അത് മുകളിലോട്ട് പോകത്തേ ഉള്ളൂ. തിരിച്ച് താഴേക്ക് വന്നതിൻ്റെ അർത്ഥം എന്താ? അതായിട്ടില്ല എന്നാണ്. മറ്റൊരുത്തൻ പറഞ്ഞ കണ്ടുകൊണ്ട് എന്നാൽ ശരിയായി, ഞങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ മതം വേറെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറിഞ്ഞവൻ അറിഞ്ഞു തന്നെ ഇരിക്കണം. അത് അറിയാത്തവൻ പറഞ്ഞതിന് തെറ്റില്ല. കാരണം അറിയാമെങ്കിൽ പറയില്ലല്ലോ. ഉള്ളത്തിൽ അവർക്ക് അറിവില്ല. അവരെന്തെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ അവരും തിരിയും. അയ്യോ ശരിയാ, ഹിന്ദുമതം പോലെ ഒരു മതവും ഉണ്ടാവില്ല. സർവത്തിനെ ഏകമായി കാണുന്ന ഒരു മതം ഉണ്ടെങ്കിൽ നല്ല മതം ഹിന്ദുമതം തന്നെയാണെന്ന് അറിവുള്ളവൻ പറയും. ഇന്ന് എനിക്ക് നന്നായി പറയാൻ പറ്റും, ഹിന്ദുമതം പോലൊരു മതം ഇനി ഉണ്ടാവില്ല. കാരണം സർവവും ഏകമായി കാണാനും രുചിച്ചറിയാനും മതോന്മത്തനായി നടക്കാനും ആനന്ദ ലഹരിയിൽ ഇങ്ങനെ ആറാടി നടക്കാനും ഇതുപോലൊരു മതം വേറൊന്നുമില്ല. മതം ആരും എന്തുപോലെ ഹിന്ദുക്കൾ. കാരണം അത്രമാത്രം വെളിവാണ് ഇവിടെ, പ്രകാശമാണ് ഈ ഭാഗവതം. പ്രകാശത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രകാശമാണ്. ഈ പ്രകാശം അനുഭവിച്ച് ആനന്ദിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേറൊന്നിടത്ത് തോന്നൂ. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കുന്നു അതാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത്. വേറൊന്നും ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ ആകുന്ന മണ്ടന്മാരും മൂഢന്മാരും അജ്ഞാനികളുമാണ്. അതുകൊണ്ട് എന്ന് പറയാ, എന്നിട്ട് ദേഹേ ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ കരണങ്ങൾ ദേഹാദി ഷഡ്ഭാവങ്ങൾ പിന്നെ ആ ഷഡൂർമികൾ ഏവം ആദിയായുള്ള സംസാരധർമ്മങ്ങളെ ഏവനെന്നാലും ത്യാജമാനനായി ഹരി തന്നെ സേവിക്കുന്നവൻ താനും ഭാഗവതോ ഉത്തമനാം. നമ്മളെ ദേഹങ്ങളും ഇന്ദ്രിയങ്ങളൊക്കെ, നമ്മുടെ ദേഹത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? മനസ്സ്, പിന്നെ ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതെല്ലാം ഷഡ്ഭാവങ്ങളും ഷഡൂർമികൾ. എന്തൊക്കെ ഷഡൂർമികൾ? ബുഭുക്ഷു, പിപാസ, ശോകം, മോഹം, ജര, മൃത്യു, ഇങ്ങനെയുള്ള ഷഡൂർമികളും ഏവം ആദിയായുള്ള എന്തെല്ലാം ഉണ്ട്? സംസാരധർമ്മങ്ങൾ. ഈ ലോക വിഷയങ്ങളാണ് സംസാരം. ഈ പുറമേയുള്ള ഈ പ്രകൃതിയിലുള്ള ഈ ഇഹലോകത്തുള്ള ഈ സംസാരധർമ്മങ്ങളെ ഏവനെന്നാലും ആരാണ് ത്യാജമാനനായി ത്യജിക്കുന്നത്? ഈ ലോകത്തിലുള്ള സർവ്വം നമ്മൾ മനസ്സുകൊണ്ട് ത്യജിച്ചാൽ മതി മക്കളെ. ഒരു ഗൃഹസ്ഥാശ്രമി മൊത്തത്തിൽ എടുത്ത് കളയണമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഒന്നും വേണ്ട. എല്ലാം നിത്യേന എന്തെല്ലാം ചെയ്യുന്നു ഒക്കെ ചെയ്യാം. എന്തും ആരോടും എല്ലാം ഉണ്ട്. സ്നേഹവും ഉണ്ട്. എല്ലാവരിലും ഒന്നുപോലെ സ്നേഹം വേണം. എൻ്റെ മക്കളോ ഭാര്യയുള്ള ചിന്ത വേണ്ട. സർവത്തിലും ഒരു പുഷ്പം കാണുന്നത് പോലെ അതിലും ഇതിലും മക്കളിലും ഭാര്യയിലും എല്ലാം ഒരേ മനസ്സോടെ ഒന്നായി കാണണം. എല്ലാം ഞാൻ തന്നെ, എന്നിലിരിക്കുന്ന പരമാത്മാവാണെന്നുള്ള ചിന്തയോട് തന്നെ അങ്ങനെ സ്നേഹിക്കുക. അവിടെ പ്രത്യേകമുള്ള ഇതൊന്നും പാടില്ല, രണ്ടെന്ന് പാടില്ല. എല്ലാം ഏകമായി നമുക്ക് എന്തും ചെയ്യാം. അവിടെ ഉള്ളത്തിൽ ഒന്നും ഞാൻ ചെയ്യുന്നെന്നുള്ള വേണ്ട, ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങളും ചെയ്തു പോവുക. അതിൻ്റെ അർത്ഥം എന്താണ്? ത്യാജമാന, ഈ ലോകത്തിലുള്ള സർവത്തിനെ ത്യജിക്കുക, മനസ്സുകൊണ്ട് ത്യജിക്കുക. ഒന്നും നമ്മുടേതല്ല, എല്ലാം പരമാത്മാവിൻ്റെയാണ്. നമ്മുടെ ഭാര്യ പരമാത്മാവിൻ്റെയാണ്, മക്കൾ പരമാത്മാവിൻ്റെയാണ്, വീടും കൂടും എല്ലാം ഭഗവാന്റെയാണ്, നമ്മളും എല്ലാം ഭഗവാന്റെയാണ്. അങ്ങ് സമർപ്പിക്കുക. എന്നിട്ട് മനസ്സ് ഇതിൽ നിന്നെല്ലാം വിടുവിക്കുക, ത്യജിക്കുക. ഇതാരാണ് അങ്ങനെ ചെയ്യുന്നത്?
ഏവൻ ആരായാലും ത്യാജ്യമാനനായി ത്യജിക്കുന്നത്, എന്നിട്ട് ത്യജിച്ചിട്ട് എന്ത് വേണം? ഹരി തന്നെ സേവിക്കണം. അപ്പം ഈ ലോകത്തുള്ള സർവ്വം ത്യജിക്കുക. ത്യജിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മുമുക്ഷു ആവണം, ഈ മുക്തനാവണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. മനസ്സിനകത്ത് യാതൊരു മമതയും വേണ്ട. അങ്ങനെ ആരാണ് ത്യജിച്ചിട്ട് ഭഗവാൻ പരമാത്മാവായ ഹരി തന്നെ സേവിക്കുന്നവൻ താനും ഭാഗവതോത്തമനാണ്. അപ്പം ഭാഗവതോത്തമൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇത് നാരദ മഹാമുനി നവയോഗികളിൽ കൊടുത്ത ഈ ഉപദേശങ്ങളെല്ലാം ഇവിടെ വസുദേവർക്ക് കൊടുക്കുവാണ്. നാരദ മഹാമുനി കൊടുക്കുന്ന വസുദേവർക്ക്. ഇത് നവയോഗികൾ ആർക്ക് കൊടുത്തതാണ്? ഇപ്പം ഇതിൻ്റെ ഉത്തരം ഈ പറഞ്ഞതല്ല, ഹരിയാണ്. കവിയുടെ അനുജനായ 9 പേരിലുള്ളത് രണ്ടാമത്തവൻ ഹരിയാണ്. ഈ ഉപദേശം ആർക്ക് കൊടുക്കുന്നത്? നിമി ചക്രവർത്തിക്ക്. ഈ കഥകളൊക്കെ ആർക്ക് കൊടുക്കുന്നു? നാരദ മഹാമുനി വസുദേവർക്ക് കൊടുക്കുന്നു. ഇപ്പം ആർക്ക് കൊടുക്കുന്നു? ഭഗവാൻ ഈ പരമാത്മാവായ ഈശ്വരൻ്റെ ഈ ഗ്രന്ഥം ഇത് എന്നിൽ അല്പം കൂടെ അറിവില്ല, പക്ഷേ ഇത് കൂടെ ഭഗവാൻ തന്നെ ഇത് എൻ്റെ മക്കൾക്ക് തരുന്നു. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പറയുന്ന എൻ്റെ ഈ ശരീരത്തിൻ്റെ നാക്കുകൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ദേഹം ഒരു എന്താ പറയുക, യന്ത്രം. പക്ഷേ ഇതിൽ കൂടെ പ്രവർത്തിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ആരാകുന്നു? ഈ ലോകത്തിലെ സർവ്വം ത്യജിക്കുക. ത്യജിച്ചിട്ട് ഇതൊക്കെ എല്ലാ സർവ്വം ഭഗവാന്റെയാണ്. നമ്മൾക്കും ഇതിൽ നിന്ന് യാതൊന്നും മമതയില്ല. നമ്മളെല്ലാം എടുത്ത് കഴിക്കുന്നു, നടക്കുന്നു, കർമ്മം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും നമ്മുടേതായിട്ടില്ല. എല്ലാം ഈശ്വരനെ അർപ്പിച്ച് എന്നിട്ട് എല്ലാം നമ്മൾ ത്യജിച്ചിട്ട് അങ്ങനെ ഭഗവാനെ തന്നെ ആരാണ് സേവിക്കുന്നത്? ഈശ്വരൻ തന്നെയാണ് സർവ്വതെന്ന്. ആരാ ഭഗവാന്റെ സേവ ചെയ്യുന്നത്? നാരദ മഹാമുനിയെ പോലെ അങ്ങനെ ഉള്ളവനാണ് ഭാഗവതോത്തമൻ. നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാം ഭഗവാന്റെ കഥകൾ കൊടുക്കുക, ഭഗവത് സേവ ചെയ്യുക. ആർക്കാണ് പാത്രം അറിദാനം ചെയ്യുക. ഇന്ന് നമ്മൾ എത്രയോ കാണുന്ന ജീവജാലങ്ങളെയും വഴി കളയുന്നു, വിശന്ന് നടക്കുന്ന, അങ്ങനെ ഒരു നേരത്തെ ആഹാരമില്ലാതെ വിഷമം പിടിച്ച് നടക്കുന്ന, നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം കഷ്ടത, ദുരിതം. ഇതിനെ മാറ്റാൻ നമ്മൾക്ക് നോക്കുന്ന അതും ഭഗവാന്റെ സേവ തന്നെയാണ്. അത് കണ്ടിട്ട് കാണാതെ പോകുന്ന സേവയല്ല. നമുക്ക് ഈശ്വരന് കൊടുക്കുന്ന വെച്ചാൽ മറ്റുള്ളവർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ ആരാണ് ഭഗവാൻ? എന്നിട്ട് അറിവില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ ആ അറിവിനെ പറഞ്ഞു കൊടുക്കുക. അത് ആധ്യാത്മികമായാലും ലൗകികമായാലും എന്തും മറ്റുള്ളവർക്ക് കൊടുക്കുക, ഒരു ഫലം ആഗ്രഹിക്കാതെ. അപ്പോഴങ്ങനെ കൊടുക്കുകയെടുക്കുകയും ചെയ്തു വരുമ്പോൾ എല്ലാം ഈ ലോകത്തിലെല്ലാം നമ്മൾ ത്യജിക്കുന്നു. കാണാതെ മൊത്തം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളത് അത് നശിക്കുന്നതാണ്. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നശിക്കുന്നതിന് നമ്മൾ തന്നെ കെട്ടിപ്പിടിക്കുന്നത്. നമ്മൾ വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോകും. പിന്നെ മമത കാണിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് എത്രയോ വീടുകൾ അനാഥരായി പൂട്ടിക്കിട്ടേക്കുന്നത്. 1-2 മക്കളുള്ളതൊക്കെ വെളിയിലും അന്യ സ്ഥലത്തൊക്കെയാണ്. അച്ഛനമ്മയും മരിക്കുമ്പോൾ വീട് കിടക്കുന്നു, വെറുതെ കിടക്കുക, നശിച്ചു കിടക്കുക. വീട് തൂപ്പും വാരക്കും ഇല്ലാതെ മുടിഞ്ഞ് കിടക്കുന്നത്. എവിടെ കൊണ്ടുപോയി? മരിക്കുന്നവരെ എൻ്റേതെന്ന് പറഞ്ഞ് കിടന്നതാ. ഇപ്പം വെറുതെ കിടക്കുന്നു പല വീടുകളും. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും കൊണ്ടുപോയോ? അതുകൊണ്ട് ഇങ്ങനെ ത്യാജ്യമാനനായി ഇതൊക്കെ ഈ കാണാതെ മൊത്തം മനസ്സിൽ നിന്ന് ആരാണ് ത്യജിച്ച് കളഞ്ഞിട്ട് ഭഗവാനെ തന്നെയാണ് സേവിച്ച് നടക്കുന്നവർ, അവരാണ് ഭാഗവതോ ഉത്തമൻ. അവരെയാണ് വിളിക്കുന്നത് ഭഗവാന്റെ ഉത്തമന്മാരായ ഭക്തന്മാർ. പിന്നെ യാതൊരുവൻ്റെ ചിത്തേ കാമകർമാതി ബീജം ഏതുമേ ജനിയാതെ മാധവമയനായി ഭക്തനാകുന്നവനും ഭാഗവത ഉത്തമനാം. ആരുടെ മനസ്സിലാണ് ഈ കർമ്മങ്ങൾ? എന്ത് കർമ്മം വെച്ചാലും കാമം കിടക്കും. ഇച്ചിരെങ്കിലും എനിക്ക് കിട്ടണം, ഒരു ജോലി എന്തെങ്കിലും കിട്ടും. ഈ ഒരു ചിന്ത, ഒരല്പം പോലും ആ ഒരു ബീജം, ഒരു അല്പം പോലും ആഗ്രഹമില്ലാതെ, ജനിക്കാതെ ആഗ്രഹമില്ലാതെ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യും. അതാണ് യാതൊരുവന്റെ ചിത്തെ. ആരുടെ മനസ്സിലാണ് കാമകർമാതി ബീജം ഏതുമേ ജനിയാതെ, ഈ ആഗ്രഹങ്ങളുടെ ഒരു അല്പം പോലും കർമ്മത്തിൽ ചെയ്യുമ്പോൾ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാതെ തന്നെ അർത്ഥം. അങ്ങനെ ആരാണുള്ളത്? അവരാണ് മാധവമയനായി ഭഗവാനത്തെ ലയിച്ചും കൊണ്ട് ഇങ്ങനെ ആരാണ് ചെയ്യുന്നത്? ഒരല്പം പോലും ആഗ്രഹം കൂടാതെ, കാമം കൂടാതെ കർമ്മം ചെയ്യുക, ഈശ്വരാർപ്പണമായി ഈശ്വരനിൽ ലയിച്ചുകൊണ്ട് പരമാത്മ തന്നെ ലയം പ്രാപിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ഭഗവാന് തന്നെ ആ ഒരു ചിന്തയോടുകൂടി മനസ്സ് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണം ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എന്ത് ചെയ്താലും അങ്ങനെയാണ്. എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ തന്നെ ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു കർമ്മം ചെയ്യുള്ളൂ. എപ്പോഴും വഴി നടക്കുമ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ആ വഴി നടക്കുന്ന ഒരു കർമ്മമെന്ന് കൂട്ടിക്കോ, അപ്പോഴും ഭഗവാൻ തന്നെ ലയിച്ച് തന്നെ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ അങ്ങനെ പാടാ മക്കളെ.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുക, ഓ അങ്ങനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലയം പ്രാപിച്ച് പരമാത്മാ ലയം പ്രാപിച്ച് നമ്മൾ ചെയ്ത് നോക്ക്. ഒരു എന്തെങ്കിലും ഹരേ രാമ അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്തെങ്കിലും മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ലയിച്ച് കർമ്മത്തിൽ തന്നെ ലയം പ്രാപിച്ചിരിക്കൂ. ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സ് വേണ്ട. അതെന്താ കാരണം? ഫലേച്ഛ കൂടാതെ ചെയ്യണം. കർമ്മവാസന ഇവിടെ കിടക്കണ്ട, കർമ്മങ്ങൾ അറ്റുപോകണം. അതുകൊണ്ട് നമ്മൾ ഭഗവാൻ തന്നെ അർപ്പിച്ച് ഈശ്വരനാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോഴെന്ത് ചെയ്യണം? മനസ്സ് ഭഗവാൻ തന്നെ ഇരിക്കണം, നിശ്ചല ഭക്തിയോട് തന്നെ ഇരിക്കണം. അത് അങ്ങനെ ആരാണ് ചെയ്യുന്നത്? ഏതുമേ ജനിയാതെ എന്താ കാമകർമാതി ബീജം. ഈ കാമം കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കണം. അത് ഒരല്പം പോലും അങ്ങനെ ജനിക്കാതെ അങ്ങനെ ചിന്തിക്കാതെ മാധവമയനായി പരമാത്മാവിനെ ലയിച്ചും കൊണ്ട് ഭക്തനാകുന്നവനും ഭാഗവതോത്തമനാണ്. ഭാഗവത ഉത്തമന്മാരുടെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ എന്തിലെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പണ്ടിത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇതിൽ ഞാനുണ്ടോ? ഈ ഓരോന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയാണോ, ഞാൻ അങ്ങനെയാണോ? പക്ഷെ ഞാൻ അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇപ്പോഴും അല്ല, കുറേ നാളിന് മുമ്പേ ഇത് വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ എനിക്കിഷ്ടമാണ്. ഞാൻ അന്നൊക്കെ ഈ ഭാഗങ്ങളാണ് വായിക്കാറുള്ളത്. ദശമസ്കന്ധം പോലും അങ്ങനെ വായിക്കാറില്ല. ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം വായിക്കാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് എനിക്ക് അത് അന്നേ അറിയാം. എന്നാൽ ഇതിനകത്ത് എനിക്ക് അറിയാൻ പറ്റാത്ത ചില ഭാഗങ്ങളില്ല. അത് നമുക്ക് അറിയില്ല. അത് ഞാൻ പറയാം. അന്നേരം എനിക്ക് അറിയത്തില്ല, ഞാൻ പറയാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലേ എനിക്കറിയാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ഭാഗവത ഉത്തമന്മാരാകുന്നവരുടെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ വ്യക്തമാം ജന്മകർമാദ്യ ആശ്രമ വർണ്ണങ്ങളാം ദേഹാഭിമാനങ്ങളും മിത്താതി മോഹം നീക്കി ദേഹാദി സർവഭൂത സമനായി ശാന്തനായി മേവിടുന്നവൻ താനും ഭാഗവത ഉത്തമനാം. ഈ ദേഹാഭിമാനങ്ങളെല്ലാം നമുക്ക് പോകണം. എന്തിനും ഇന്ന് ഒരുപാട് പേർക്ക് അമ്പലത്തിൽ പോയാൽ പോലും അകത്ത് ഉടുപ്പ് ഊരണമെന്ന് കണ്ട ഉടുപ്പ് ഊരാതെ വെളിയുന്നതോഴും, ഉടുപ്പ് ഊരുന്ന നാണക്കേട്, മാനക്കേട്, ഇങ്ങനെ ഓരോന്ന് നാമം ചൊല്ലുന്ന നാണക്കേട്, കൈയെടുത്ത് തൊഴുവ നാണക്കേട്, വിളക്ക് കത്തിച്ചാൽ എണീച്ച് തൊഴുവാൻ നാണക്കേട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇതെല്ലാം ഈ അഭിമാനങ്ങൾ ഇതൊക്കെ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ നിന്ദിച്ചെങ്കിലും പറഞ്ഞാൽ എന്നെ അവൻ അങ്ങനെ പറഞ്ഞില്ലയോ, ഉടനെ നാണക്കേടായി. ഇതൊക്കെ ഈ അഭിമാനങ്ങളെല്ലാം പോകണം. ദേഹാഭിമാനങ്ങളും ഈ ജന്മകർമാദി ആശ്രമ വർണ്ണങ്ങളാം ദേഹാഭിമാനങ്ങളും വിത്താദി മോഹം നീക്കണം. ധനം അത് വേണം. ഇതുള്ള ആ മോഹങ്ങളൊക്കെ നീക്കി ദേഹാദി സർവഭൂത സമനായി. ദേഹാദി സർവഭൂതം, ഈ പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച എല്ലാ ദേഹങ്ങളിലും, അത് കുരങ്ങാവാം, ആനയാവാം, കുതിരയാവാം, മനുഷ്യനാവാം, സസ്യങ്ങളാവാം, പക്ഷിയാവാം, എല്ലാ ദേഹാദി സർവഭൂത സമനായി. ഇതെല്ലാം നാം അത് തന്നെ, നമുക്കൊപ്പം തന്നെ. ഞാൻ എന്താണ്? എൻ്റെ ദേഹം അത് തന്നെയാണ്. ഒരു പക്ഷിയെ കണ്ടാലും, ഒരു മൃഗത്തിനെ കണ്ടാലും, ഒരു സിംഹത്തിനെ കണ്ടാലും നമ്മൾ എന്ത് തോന്നും? അതെല്ലാം ഒന്നായി കാണണം, സമനായി കാണണം. ഒന്നിലും ഏറ്റക്കുറച്ചിൽ വേണ്ട. സർവത്തിലും മനസ്സ്, സമചിത്തത. ഒന്നിലും പണ്ഡിതനെന്നോ പാമരനെന്നോ മൃഗമെന്നോ അതായത് മനുഷ്യനെന്നോ പക്ഷിയെന്നോ ഒന്നും വേണ്ട. എല്ലാത്തിലും എന്താ വേണ്ടേ? സമചിത്തത. അതും ഇതും എല്ലാം ഒരാൾ തന്നെ, ഞാൻ തന്നെയാകുന്നു. ഞാൻ തന്നെയാണ് അതും ഇതും എല്ലാം. അപ്പോഴും വേറുവൃത്തിയുണ്ടോ? അങ്ങനെ അഭിമാനങ്ങളും വിത്താദി മോഹമൊക്കെ നീക്കിയിട്ട് ഈ ലോകത്തിലെ ധനത്തിനുള്ള പ്രേമങ്ങളെല്ലാം മാറ്റണം. ഒന്നിലും നമുക്ക് ആഗ്രഹം വേണ്ട. ഇതൊക്കെ നീക്കിയിട്ട്, ഈ ആഗ്രഹങ്ങളൊക്കെ നീക്കിയിട്ട് ദേഹാദി സർവഭൂതത്തിലും, ഈ പ്രപഞ്ചത്തിൽ എന്താ കാണുന്നതെല്ലാം ഭൂതങ്ങളാണ്. അതെല്ലാം സമനായി, സമചിത്തതയോടുകൂടി. അതെന്തുണ്ട്? ശാന്തനായി. അപ്പോൾ സമചിത്തതയും ശാന്തിയോടുകൂടി. കാരണം നമുക്കെന്താ എന്തെങ്കിലും അശാന്തി ഉണ്ടാകേണ്ട കാര്യം എന്താ? നമ്മൾ സർവ്വത്തിലും ഞാൻ തന്നെ നിറഞ്ഞിരുന്ന കവിയല്ലേ. മതോന്മത്തനായി നടക്കുന്ന ഇങ്ങനെയുള്ള ഭക്തന്മാർ അങ്ങനെയാണ്. സർവ്വത്തിലും ആനന്ദ നിർവൃതിയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളം പ്രസാദിച്ച് ആനന്ദമയമായിരിക്കും. അപ്പോൾ പിന്നെ എന്തിനാ ശാന്തികേടുണ്ടാകുന്നത്? അപ്പോൾ ശാന്തതയല്ലേ അത്. അപ്പോഴെന്ത് വരും? ശാന്തനായി മേവിടുന്നവൻ താനും ഭാഗവതോത്തമനാണ്. അങ്ങനെ ആർക്കാണ് അങ്ങനെ ആകാൻ പറ്റുന്ന? അവരെല്ലാം ശാന്തിയും സമാധാനവും അനുഭവിച്ച് ഉന്നതനായിരിക്കുന്നൊരു ഭക്തനാണ്, ഭഗവാന്റെ ഭാഗവത ഉത്തമനാണ്. അല്ലാത്തവരൊന്നും ഉത്തമന്മാരല്ല. ഈ പ്രവൃത്തി ആര് ചെയ്യാതിരുന്നാലും, കുറേ ഈശ്വരനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഭക്തനാവില്ല, കുറേ ഭാഗവതം പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെ ആകത്തില്ല. പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇതെല്ലാം പ്രവൃത്തിയിൽ കൊണ്ട് വന്നല്ലാതെ നമുക്കിത് കിട്ടത്തില്ല. ഭാഗവത ഉത്തമനാവില്ല. കേവല സന്യസ്തനായി ജീവവത്സലനായി കേശവൻ തങ്കൽ ഗാഠചിത്തനായി ലോകത്രയം പാദരേണുക്കൾ കൊണ്ട്
പാവനമാക്കി ശോഭിച്ച് ആതുരമായ ഭവദുഃഖ മൂലങ്ങൾ തീർപ്പാൻ വൈകുണ്ഠ സ്മൃതിയോടും ലോകേഷു സഞ്ചരിച്ച് ലോകേശ സുര അസുരാദികളാൽ വിമൃഗ്യമാം ഭവൽ പാദ അരവിന്ദങ്ങളെ നിമിഷവും അകമേ മറക്കാതെ തൽപദ പ്രകാശത്താൽ മാനസം കുളിർത്ത് ദുഃഖങ്ങളുമൊക്കെ നീക്കിയിട്ട് ആനന്ദമയനായോൻ ഭാഗവതോ ഉത്തമനാം. ഇത് നന്നായിട്ട് പറയാനുള്ള സമയമില്ല. നമ്മളെല്ലാം എന്ത് ചെയ്യണം? പിന്നെ ഭഗവാന്റെ കേവല സന്യസ്തനായി, നമുക്കത് നാരദ മഹാമുനിയെ പോലെ ചിന്തിച്ചാൽ മതി, അപ്പം വന്നോളും. അത് അദ്ദേഹം ഇങ്ങനെയാണ്: കേവല സന്യസ്തനായി ജീവവത്സലനായി കേശവൻ തങ്ങൾ പരമാത്മാവായ നാരായണൻ തങ്ങൾ തന്നെ ഗാഠചിത്തനായി അത്ര മുഴുത്ത ശ്രേഷ്ഠനായ മനസ്സോട് അങ്ങ് ചിത്തനായി ലോകത്രയം 3 ലോകത്തിലും പാദരേണുക്കൾ കൊണ്ട് നാരദ മഹാമുനിയുടെ പാദത്തിലെ പൊടി കൊണ്ട് പാവനമാക്കും. ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് നാരായണ നാരായണ എന്ന് പറയുമ്പോൾ ആരാ ഉള്ളത്തിൽ? പരമാത്മാവായ നാരായണൻ. അവിടെ എവിടെ നടന്നാലും അദ്ദേഹത്തിൻ്റെ പാദത്തിലെ പൊടി എല്ലാവരും ശുദ്ധമാക്കും. നമ്മളും അങ്ങനെ ശുദ്ധമാക്കണം. ഭഗവാന്റെ സേവ ചെയ്ത് നാരദനെ പോലെ നമ്മളും കറങ്ങി നടന്ന് സഞ്ചരിച്ച് നാരായണ നാരായണ എന്ന് ഭഗവാന്റെ കഥകളും പറഞ്ഞ് മറ്റുള്ളവരുടെ ആതുര സേവ, അവരുടെ വിഷമങ്ങൾ നീക്കണം, മറ്റുള്ളവർക്ക് ശാന്തി സമാധാനം കൊടുക്കണം, വെറുതെയല്ല. അങ്ങനെ എന്തുവരണം? കേശവൻ തങ്ങൾ ഗാഠചിത്തനായി ലോകത്രയും 3 ലോകത്തിലും പാദരേണുക്കൾ എല്ലായിടും സഞ്ചരിക്കണം. നമുക്കാവും അങ്ങനെ പോകാൻ, അതുമാത്രം ഒക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു എളുപ്പമാർഗം തന്നു, ഈ യൂട്യൂബ് തന്നു. അതുകൊണ്ട് ആവശ്യക്കാർക്ക് എടുക്കാമല്ലോ. എല്ലാവർക്കും പറഞ്ഞിട്ടില്ല, ചെവിയുള്ളവൻ കേൾക്കും, ആർക്കെങ്കിലും ആവശ്യക്കാരത് എടുക്കും. അപ്പോൾ എനിക്കത് മനസ്സമാധാനത്തോടെ എനിക്ക് ശാന്തി സമാധാനം കൊണ്ട് എനിക്ക് പൊക്കൂടെ, മരിച്ചു പൊക്കൂടെ. ഇവിടെ ദുഃഖി മറ്റേ എനിക്ക് വേദനയായിരുന്നു, വിഷമമായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്കെനിക്ക് കൊടുക്കണം. എന്നെ മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുമ്പോൾ ഈ ഉള്ളതിനെ എനിക്ക് ആ കുഴിച്ചിട്ടുകൂടാ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എനിക്ക് കൊടുത്തിട്ടേ പോകാൻ പറ്റുമോ എന്നുള്ള വേദനയും വിഷമവും നിലവിളിയും ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നാരദ മഹാമുനിക്ക് അത്ഭുത സ്ഥിതി കൊണ്ട് എവിടെയും പറന്നങ്ങെത്തും, വിചാരിക്കും അവിടെ എത്തും. നമുക്ക് അങ്ങനെയുള്ള ശേഷിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാം. അതുകൊണ്ട് എനിക്കും അങ്ങനെ പറയാം. ഇപ്പം നാരദ മഹാമുനി എന്ത് ചെയ്യുന്നു? പരമാത്മാവിനെ എല്ലാവരുടെയും വേദന മാറ്റാൻ എല്ലായിടവും പാടി നടക്കുന്നു, ഭഗവത് സേവ ചെയ്യുന്നു. ജനങ്ങളുടെ വേദന വിഷമങ്ങൾ മാറ്റാൻ എങ്ങനെയാ? പാദരേണുക്കൾ കാലിലെ പൊടി കൊണ്ട് പാവനമാക്കി എവിടെ ചെന്നാലും അവിടെ എല്ലാം ശുദ്ധമാക്കുന്നു. എന്താണ്? ആതുരമായ ഭവദുഃഖ മൂലങ്ങൾ. ജനങ്ങൾക്കെല്ലാം എത്രമാത്രം വേദന, രോഗങ്ങൾ, ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, പിന്നെ കടബാധ്യതകൾ, ഇങ്ങനെ വേദനിച്ച് കിടക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ ആശ്വാസം കൊടുക്കാൻ, അവരുടെ ആതുരൻ, അവർ ദുഃഖിച്ച് അത്രമാത്രം വേദനിച്ച് കിടക്കുന്നവരെ, അതാണ് ആതുര എന്ന് വെച്ചാൽ ദുഃഖം, അസുഖം. അപ്പോൾ അങ്ങനെ ആതുരമായ ദുഃഖമൂലങ്ങൾ, ദേഹത്തിലെ ദുഃഖങ്ങൾ, അത് രോഗങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ, ഇങ്ങനെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഇടയ്ക്കേ ചെന്ന് ഈ എന്ത് തീർക്കണം? ഈ രോഗങ്ങൾ, അസുഖങ്ങൾ, വിഷമങ്ങൾ, താപങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ മാറ്റാൻ വൈകുണ്ഠ സ്മൃതിയോട്, അത്രമാത്രം ഭഗവാനോടുള്ള സ്നേഹത്തോട്, ഭക്തിയോട്, വൈകുണ്ഠ പരമാത്മാവായ നാരായണനോടുള്ള ഭക്തിയോടുകൂടി തന്നെ ലോകേഷു സഞ്ചരിച്ച് ലോകേശ സുര അസുരാദികളാൽ ഈ സുരന്മാരും അസുരന്മാരെല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന ഭഗവത് പാദ അരവിന്ദങ്ങളെ, അങ്ങനെയുള്ള പരമാത്മാവിൻ്റെ പാദാരവിന്ദങ്ങളൊക്കെ ഭഗവാൻ അനന്തശയനായിരിക്കുന്ന നാരായണൻ്റെ കണ്ടും കൊണ്ട് നിമിഷവും ആ ഭഗവാനെ സേവിച്ചും കൊണ്ട് നിമിഷവും അകമേ മറക്കാതെ, ഉള്ളത്തിൽ ആരാണ് ഭഗവാൻ പരമാത്മാവിനെ മറക്കാതെ ഇങ്ങനെ ഈ സേവ ചെയ്യുന്നത്? അങ്ങനെ അകമേ ഉള്ളത്തിൽ മറക്കാതെ അത് നാരദ മഹാമുനി ചിന്തിച്ചാൽ മതി. അങ്ങ് തൽപദ പ്രകാശത്താൽ ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിൽ പ്രകാശിച്ചുകൊണ്ടാണ് ഈ നാരദ മഹാമുനി നടക്കുന്നത്. അങ്ങനെ പ്രകാശം കൊണ്ട് മാനസം അപ്പോഴെന്ത് കുളിർമയുണ്ടാകും. നമ്മുടെ തലയുടെ ഉച്ചി ആ ഒരു പിന്നെ പറയുന്നത് എന്തുവാ, സഹസ്രാരപത്മം എന്ന് പറയുന്ന ആ ത്രികൂടത്തിൽ എന്തോ ഒരു ഇരച്ചു പൊങ്ങി എന്തോ എങ്ങോട്ടൊക്കെ ഒഴുകി പോകുന്നത് പോലൊരു പ്രത്യേക ഒരു അനുഭൂതിയും, എന്നിട്ടോ പിന്നെ എന്തോ മാനസമെല്ലാം അങ്ങ് കുളിർത്ത് വരും. ഐസ് വെള്ളത്തിൽ മുങ്ങിയെന്ന പോലെ ഒരു മാനസമൊക്കെ കുളിർത്ത് ദുഃഖങ്ങളൊക്കെ നീക്കി ആനന്ദമയനായൻ ഭാഗവതോത്തമനാ. അപ്പോഴെന്ത് വരും? ഈ ഒരു അവസ്ഥ വരുന്ന പിന്നെ നാരദ മഹാമുനിക്ക് ആനന്ദം മതോന്മത്തനായി വരും. ആനന്ദം ലഹരിയിൽ മുങ്ങിക്കൊണ്ടാണ് നടക്കുന്നത് ഭഗവാന്റെ വേല ചെയ്യാൻ. എവിടെല്ലാം ചെന്നാൽ അദ്ദേഹത്തിൻ്റെ പാദത്തിലെ പൊടി കൊണ്ട് ലോകമൊത്തവും പാവനമാക്കുന്ന, എല്ലാ ആതുരം, എല്ലാ വിഷമങ്ങളും തീർക്കുന്ന ജനങ്ങളുടെ ഇതിനു വേണ്ടി ഭഗവാന്റെ സേവ ചെയ്യുന്നു. നമ്മളിങ്ങനെ ഓരോരുത്തർ അങ്ങനെ ആണെങ്കിൽ എന്ത് വരും? അങ്ങനെ ഉള്ളൊരു ഭാഗവതോത്തമനാണ് എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ
അങ്ങനെ ആണോ എന്ന് എല്ലാവരും ചിന്തിക്കുക. അങ്ങനെ ആണെന്ന് ചിലരൊക്കെ ഇത് പറയും, എനിക്കറിയാം. അതുകൊണ്ട് ഒന്നും അത്രത്തോളമൊന്നും ആയിട്ടില്ല. അവരുടെ യുക്തി അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതൊന്നുമല്ല. ഒരുപാട്, കാരണം മാനസം കുളിർക്കണം, മതോന്മത്തനായി നടക്കണം, മാനാഭിമാനം പോകണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരണം. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. എല്ലാം ഒന്നിച്ച് വരണം. ഒന്നും രണ്ടും പോരാ. ഈ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഭാഗവത ഉത്തമനാവൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.